Hello friends, നമ്മൾ നോക്കാൻ പോകുന്നത് effective rate of interest. Effective rate of interest. എന്തിനാണ് effective rate of interest കമ്പ്യൂട്ട് ചെയ്യുന്നത്? To compute rate of interest compounded annually. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞത് ഹാഫ് ഇയർലിയും ക്വാർട്ടർലിയും ഒക്കെ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യും. അങ്ങനത്തെ കേസിൽ ഒരു ഇയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് ആ എമൗണ്ട് കോമ്പൗണ്ട് ആകുന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ച് ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ 100, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%. ദെൻ എത്ര കോമ്പൗണ്ട് ആവുന്നത് ഹാഫ് ഇയർലി ആണ്. ഓക്കെ, ഹാഫ് ഇയർലി ആണ് കോമ്പൗണ്ട് ആവുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് വരും? ഫസ്റ്റ് ഹാഫ് ഇയറിൽ 100 ഇൻറ്റു 10/100 ഇൻറ്റു കോമ്പൗണ്ട് ചെയ്യുന്നത് ഹാഫ് ഇയർലി ആണ്. സോ 6/12 ഇസ് ഈക്വൽ ടു 5 rupees ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ദെൻ സെക്കൻഡ് ഹാഫ് ഇയറിൽ 100 ആണോ? അല്ല, 100 + 5 കൂടെ ചെയ്യണം. 105 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 ഇസ് ഈക്വൽ ടു 5.25. ഓക്കെ, ഈ 105 എങ്ങനെയാണ് വന്നത്? പ്രിൻസിപ്പളിൻ്റെ കൂടെ ഈ ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത ഹാഫ് ഇയറിൽ നമ്മൾ കോമ്പൗണ്ട് ചെയ്യാം. അപ്പോൾ 5.25. ഓക്കെ, ദെൻ അപ്പോൾ ടോട്ടൽ എത്ര ഇൻട്രസ്റ്റ് ആയി? ടോട്ടൽ ഇപ്പോൾ എമൗണ്ട് എത്ര വരുന്നു? 105 + 5.25 = 110.25. ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര വരും? 100 മൈനസ് 110.25 മൈനസ് 100, ദാറ്റ് ഈസ് 10.25. ഈ 10.25 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജിൻ്റെ ആയിരിക്കും? 10.25 ആയിരിക്കും. കാരണം നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 100 ആണ്. സോ ഇതാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 10 ആണ്. പക്ഷേ 1 ഇയർക്ക് കൺസിഡർ ചെയ്യുമ്പോൾ 10.25 ആണ് നമ്മുടെ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മളിങ്ങനെ ഓരോ തവണ കോമ്പൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ വരുന്നത് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇക്വേഷൻ വരുന്നത് 1 + i/n ഹോൾ റൈസ് ടു n - 1. ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. n കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ടൈംസ് കോമ്പൗണ്ടിങ് പെർ ഇയർ, അതായത് ഒരു ഇയറിൽ എത്ര തവണ കോമ്പൗണ്ട് ചെയ്യുന്നു അതിൻ്റെ നമ്പർ, ദാറ്റ് -1. അപ്പോൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണ്. 1 + i എന്ന് പറയുന്നത് 10% ആണ്, ദാറ്റ് ഈസ് 0.1/n നമ്പർ ഓഫ് ടൈംസ് കോമ്പൗണ്ടിങ്. ഹാഫ് ഇയർലി ആണ് കോമ്പൗണ്ട് ആകുന്നത്. സോ ഇയർലി എത്ര തവണ കോമ്പൗണ്ട് ചെയ്യും? 2 തവണയാണ് കോമ്പൗണ്ട് ആകുന്നത്. ഹോൾ റൈസ് ടു 1 is equal to 1 + 0.5 whole raised to 2 - 1 is equal to 1.05 whole raised to 2 - 1. അപ്പോൾ 1.05 into ഓക്കെ 1.1025 - 1 is equal to 0.1025. ഇതിനെ നമ്മൾ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1025 into 100 is equal to 10.25% നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈക്വേഷൻ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈക്വേഷൻ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് ബെറ്റർ? ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. 8% ക്വാർട്ടർലി കോമ്പൗണ്ട് ചെയ്യുന്നു. ദെൻ 8.5% ആനുവലി കോമ്പൗണ്ട് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആനുവലി ആയിട്ട്, അതായത് ഒരു വർഷത്തേക്ക് നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടുന്നുള്ളൂ? 8.5% കിട്ടുന്നുള്ളൂ. പക്ഷേ ക്വാർട്ടർലി 4 തവണ നമുക്ക് 8% ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ബെറ്റർ എന്നാണ് ചോദിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ക്വാർട്ടർലി ആണ് ബെറ്റർ എന്ന് തോന്നും. പക്ഷേ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ നോക്കണം. ഈ 8%ന്റെ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കണം. അപ്പോൾ ആനുവലിക്ക് ഈ 8%ന്റെ എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത് നോക്കാനാണ് നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യുന്നത്? എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ 8.5%ഉം ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്തിട്ട് ഏതാണ് ബെറ്റർ എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. സോ അപ്പോൾ എന്താണ് ഇക്വേഷൻ? 1 + i/n ഹോൾ റൈസ് ടു n - 1. ദാറ്റ് ഈസ് ഇവിടെ 1 + ക്വാർട്ടർലിന്റെ പെർസെൻറ്റേജ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 8% ആണ്. ദാറ്റ് ഈസ് 0.08 എത്ര തവണ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട് ഒരു വർഷം? 4 തവണയാണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? ക്വാർട്ടർലി ആണ്. ദെൻ 4 - 1 is equal to 1 + 0.02 whole raised to 4 - 1. 1.02 whole raised to 4 - 1. 1.02, that is 1.0824.
ഇതിൽ നിന്ന് -1 ചെയ്ത് കഴിഞ്ഞാൽ 0.0824. ദെൻ അതിന് പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്റു 100 ഇക്വൽ ടു 8.24%. അപ്പോൾ ക്വാർട്ടർലിൻ്റെ ക്വാർട്ടർലി നമ്മൾ കോമ്പൗണ്ട് ചെയ്യുന്നതിൻ്റെ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്? 8.24% ആണ്. ആനുവലിൻ്റെ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? അത് തന്നെയാണ് വരുന്നത്. ദാറ്റ് ഈസ് 8.5%. അപ്പോൾ ഏതാണ് ബെറ്റർ ഓപ്ഷൻ? ആനുവലി 8.5% കോമ്പൗണ്ട് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ increases at 2% of the population at the beginning of the year. Then number of years in which population becomes or increases by 40%. ഓക്കെ, അതായത് ഒരു ടൗണിൻ്റെ പോപ്പുലേഷൻ എന്താവുന്നുണ്ട്? ഇൻക്രീസ് ആവുന്നുണ്ട്. എത്ര റേറ്റ് വെച്ചിട്ട്? 2% റേറ്റ് വെച്ചിട്ട് ഇൻക്രീസ് ആവുന്നുണ്ട്. ടൗണിൻ്റെ ഇനീഷ്യൽ പോപ്പുലേഷൻ്റെ 2% അല്ല ഓരോ വർഷം ഇൻക്രീസ് ആവുന്നത്. എങ്ങനെയാണ് ഇൻക്രീസ് ആവുന്നത്? അറ്റ് ദ ബിഗിനിങ് ഓഫ് ദാറ്റ് ഇയർ. അതായത് ഒരു ഇയർ തുടക്കത്തിലുണ്ടായിരുന്ന പോപ്പുലേഷൻ്റെ 2% ഇൻക്രീസ് ആയി, അത് എൻഡ് ചെയ്തു. അടുത്ത ഇയർ തുടങ്ങുമ്പോൾ ആ ഇൻക്രീസും കൂടെ കൂട്ടിയുള്ള എമൗണ്ട് എത്രയാണോ ബിഗിനിങ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2% ആണ് ആ എൻ്റെ ആവുമ്പോഴേക്ക് ഇൻക്രീസ് ആവുന്നത്. ദാറ്റ് മീൻസ് കോമ്പൗണ്ടിങ് ആണ് നടക്കുന്നത്. നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണോ വർക്ക് ആവുന്നത് അതുപോലെയാണ് ഇവിടെയും വർക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ വിച്ച് പോപ്പുലേഷൻ ഇൻക്രീസസ് ബൈ 40%. അതായത് എത്ര വർഷം എടുത്തിട്ടാണ് പോപ്പുലേഷൻ 40% ഇൻക്രീസ് ആവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പം ലെറ്റ് ദ ഇനീഷ്യൽ പോപ്പുലേഷൻ ഓക്കെ, തുടക്കത്തിലുള്ള പോപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ പോപ്പുലേഷൻ എത്രയായിരിക്കും വരുന്നത്? ഇറ്റ്സ് 100 പ്ലസ് 40% ഈക്വൽ ടു 140. അപ്പോൾ ഇതാണ് ഫൈനൽ പോപ്പുലേഷൻ, ഇതാണ് ഇനീഷ്യൽ പോപ്പുലേഷൻ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താണ്? 1 പ്ലസ് i ഹോൾ റൈസ് ടു n. ഇതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ എന്ന് പറയുന്നത് ഫൈനൽ പോപ്പുലേഷൻ, ദാറ്റ് ഇസ് 140 ഈക്വൽ ടു പി എന്ന് പറയുന്നത് 100. 1 പ്ലസ് റേറ്റ് എത്ര പറയുന്നത്? 0.022%. തന്നെ ഈ n ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. എത്ര നമ്പർ ഓഫ് ഇയേഴ്സിനുള്ളിലാണ് ഈ 100 140 ആവുക എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നോക്കാം. രണ്ട് സൈഡ് നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഇസ് 1.4. 1 പ്ലസ് 0.02 ഹോൾ റൈസ് ടു n. അപ്പോൾ നമുക്ക് ഈ 1.4 ഈക്വൽ ആവണം ഇതിനെ ഈ ഹോൾ റൈസ് ടു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഇസ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ. നമുക്ക് നോക്കാം കാൽക്കുലേറ്ററിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കണം. ഈ 1.4 എപ്പോഴാണോ എത്തുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എണ്ണണം ഇതിൽ. ഓക്കെ, 1.02 ഇൻറ്റു ഒരു ഈക്വൽ വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ആണ് വരിക. സ്ക്വയർ മീൻസ് ഇവിടെ 2 വരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് കിട്ടണം? 2 കിട്ടണം. അപ്പോൾ നമ്മൾ എന്താണ് എണ്ണേണ്ടത്? ഫസ്റ്റത്തെ ഈക്വൽ ടു നമ്മൾ 2 എന്നാണ് എണ്ണേണ്ടത്. കാരണം 1 എന്ന് എണ്ണി കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ഓക്കെ, 1.02 ഇൻറ്റു 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. ഓക്കെ, 17ലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1.4 ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ 1.4 ഇസ് ഇക്വൽ ടു 1.02 ഹോൾ റൈസ് ടു ഇവിടെ 17 വരണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. അപ്പോൾ n എത്രയാണ്? n ഈസ് ഇക്വൽ ടു 17 ഇയേഴ്സ്. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1.02 അടിക്കും. എന്നിട്ട് ഇതിനെ ഒന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്? അല്ല, കാരണം ഒരു തവണ നമ്മൾ ഈക്വൽ ഇൻറ്റു ഈക്വൽ അടിച്ച് കഴിഞ്ഞാൽ അത് സ്ക്വയർ ആണ് ആവുന്നത്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 2 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 2ൽ നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങേണ്ടത്. 1.02 ഇൻറ്റു 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. സോറി, ഇപ്പോൾ ഇതാണ് ഇവിടെ വിട്ടുപോയിട്ട് 17. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ആനുവൽ ബർത്ത്. ദ ആനുവൽ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ഈസ് 39.4 and 19.4 per thousand respectively. The number of years in which population
will become doubled. ഓക്കെ, അപ്പോൾ ആനുവൽ ബർത്ത് റേറ്റ് ഒരു ഇയറിൽ 1000 ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 39.4 ബർത്തും 19.4 എന്ത് ചെയ്യുന്നുണ്ട് ഡെത്ത് റേറ്റും ആണ് കിട്ടുന്നത്. ദെൻ ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ വിച്ച് പോപ്പുലേഷൻ വിൽ ബിക്കം ഡബിൾഡ്. എത്ര ഇയേഴ്സ് എടുത്തിട്ടാണ് പോപ്പുലേഷൻ ഡബിൾ ആവുക ചെയ്യുക ചോദിക്കുന്നത്. കാരണം നമുക്കറിയാം എന്ത് ഇവിടെ ബർത്ത് റേറ്റ് കൂടുതലാണ്, ഡെത്ത് റേറ്റ് കുറവാണ്. അപ്പോൾ അവിടെ ഒരു ഇൻക്രീസ് വരും. ഓക്കെ, ഒരു കൊല്ലം ഒരു 10 ആൾക്കാർ ജനിക്കുന്നുണ്ട്, അതിൽ 5 ആൾക്കാർ മരിക്കുന്നുണ്ടെങ്കിൽ ആ 5ന്റെ ഒരു ഇൻക്രീസ് വരുന്നില്ല ഓരോ വർഷം. അപ്പോൾ ആ ഇൻക്രീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഇനീഷ്യൽ പോപ്പുലേഷൻ ഡബിൾ ആവുന്നത് എത്ര ഇയേഴ്സിനുള്ളിലാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ഇതിന് നമുക്ക് സൊല്യൂഷൻ കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ടത് എന്താണ്, റേറ്റ്, അതായത് എത്ര റേറ്റിലാണ് അത് ഇൻക്രീസ് ആവുന്നതെന്നാണ് നോക്കട്ടെ. അപ്പോൾ നെറ്റ് ഇൻക്രീസ് ആവുന്നത് ബർത്ത് റേറ്റ് വരുന്നത് 39.4 ഡെത്ത് റേറ്റ് വരുന്നത് 19.4 ആണ്. ദാറ്റ് ഇസ് 20 ആണ് ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, 20 എന്ന് പറയുന്നത് 20/1000 × 100 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് വെച്ച് ഇൻക്രീസ് ആവുന്നുണ്ട്, 0.02% വെച്ചിട്ടാണ് ഇൻക്രീസ് ആവുന്നത്. സോറി, 0.02 എന്ന് പറയുന്നത് ഹൈ ആണ്, 2% വെച്ചിട്ടാണ് ഇൻക്രീസ് ആവുന്നത്. ദെൻ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യൽ പോപ്പുലേഷൻ എത്രയായിട്ട് എടുക്കാം, 100 ആയിട്ട് അസ്യൂം ചെയ്യാം. ഫൈനൽ പോപ്പുലേഷൻ ഇവിടെ എന്താ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ളത്, ഡബിൾ ആണെന്ന്. 100ന്റെ ഡബിൾ എത്രയാണ്, 200. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇനീഷ്യൽ പോപ്പുലേഷനും ഫൈനൽ പോപ്പുലേഷനും. ദെൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. A = P 1 + I whole raised to n. A എന്ന് പറയുന്നത് 200, 100, 1 + 0.02 whole raised to n. അപ്പോൾ ഈ എന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കാണാൻ ഉള്ളത്, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് കാണാനുള്ളത്. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ ചെയ്ത പോലെ തന്നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 = 1 + 0.02 whole raised to n. നേരത്തെ നമ്മൾ കാൽക്കുലേറ്റർ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ പ്രൊജക്ഷൻ ചെയ്യാണ്. 1.02 × കൗണ്ട് ചെയ്തോണേ. 2 വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കൗണ്ട് ചെയ്യുമ്പോൾ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35. അപ്പോൾ 2ൻ്റെ അടുത്ത് ഏതാ വന്നില്ലേ, 1.99 എന്ന് പറയുന്നത് ഇറ്റ്സ് 2. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്, 35 ഇയേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്ററിൽ ഫസ്റ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന എമൗണ്ടിൽ നിന്ന് ഒരു 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 35 ഇയേഴ്സ് കിട്ടും. പക്ഷെ നമ്മൾ കൗണ്ട് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ. കാരണം നമുക്കൊരു ഡൗട്ട് വരും അവസാനം എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പോൾ കൗണ്ട് ചെയ്ത് തുടങ്ങേണ്ട ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും 2 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1 വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോൾ. അപ്പോൾ 1.99 എന്ന് നമുക്ക് കാൽക്കുലേറ്റർ കിട്ടിയത് എന്താണ്, 2ൻ്റെ എന്താണ് മൾട്ടിപ്പിൾ. സോ then add this in. A machine, the useful life of which is estimated to be 10 years. Cost rupees 10,000. Then rate of depreciation 10% per annum. Scrap value at the end. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ, ദ മെഷീൻ്റെ യൂസ്ഫുൾ ലൈഫ് ഓഫ് വിച്ച് ഇസ് എസ്റ്റിമേറ്റഡ് ടു ബി 10 years. ഒരു മെഷീൻ്റെ യൂസ്ഫുൾ ലൈഫ് എത്രയാണ് വരുന്നത്, 10 years ആണ് വരുന്നത്. അതിൻ്റെ കോസ്റ്റ് പറയുന്നത് 10,000 ആണ്. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ പറയുന്നത് 10% ആണ്. ഓക്കെ, അപ്പോൾ 3 വാല്യൂ നമുക്ക് കിട്ടി. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദ എൻഡ്. ഓക്കെ, ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞ് അവസാനത്തെ വർഷം വരുന്ന സ്ക്രാപ്പ് വാല്യൂ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 2 രീതി ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്യാം, 10,000 നിന്ന് ഇങ്ങനെ മൈനസ് ചെയ്ത് പോകാം. 10 വർഷം 10% മൈനസ് ചെയ്ത് പോകാം. ദാറ്റ് ഈസ് ഒരു പ്രാവശ്യം 10% മൈനസ് -10% -10%. ഇതിങ്ങനെ 10 പ്രാവശ്യം ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ 10,000 നിന്ന് 10 പ്രാവശ്യം 10% മൈനസ് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 3486 എന്നുള്ളത് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ കിട്ടും. അതായത് ഒന്നുകൂടെ ചെയ്ത് കാണിച്ചാൽ 10,000 -10%. ഇത് ഒരു വർഷം കഴിഞ്ഞാലുള്ള സ്ക്രാപ്പ് വാല്യൂ. വീണ്ടും -10% കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം, 3rd, 4th, 6th, 7th, 8th, 9th,
10th. ഓക്കെ 3, 4, 8, 6. ഇതിപ്പോൾ നമുക്ക് 10 years ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇങ്ങനെ -10% ഒക്കെ ചെയ്തു പോകാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. നമ്മളെ ഇക്വേഷൻ ഇതുവരെ ഉണ്ടായിരുന്നത് എമൗണ്ട് ഇക്വൽ ടു പ്രിൻസിപ്പൽ 1 + i ഹോൾ റൈസ് ടു n. ഇങ്ങനെയായിരുന്നില്ലേ നമ്മുടെ ഇക്വേഷൻ. ഇത് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഇതിനെ എങ്ങനെ മാറ്റി പിടിക്കുന്നത്? amount is equal to P1 - i ഹോൾ റൈസ് ടു n. നോക്കാം. ദാറ്റ് ഈസ് എമൗണ്ട് എത്രയാണെന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. പ്രിൻസിപ്പൾ നമുക്കറിയാം 10,000. 1 - 0. എത്ര പെർസെൻറ്റേജ് ആണ്? 10% ആണ്. ദാറ്റ് ഈസ് 0.1 ഹോൾ റൈസ് ടു n എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്ക് 1 - 0.1 ഇതിന് ഹോൾ റൈസ് ടു 10 ചെയ്യണേ. 2, 3, 4, 5, 6, 7, 8, 9, 10. 10 പ്രാവശ്യം എന്ത് ചെയ്തു? ഹോൾ റൈസ് ടു ചെയ്തു. ദെൻ ഇൻറ്റു പ്രിൻസിപ്പൾ എത്രയാണ്? 10,000 ആണ്. ഇൻറ്റു 10,000. അപ്പോൾ എമൗണ്ട് എത്ര കിട്ടി? ദാറ്റ് ഈസ് സ്ക്രാപ്പ് വാല്യൂ എത്ര കിട്ടി? 3, 4, 8, 6. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. -10% ഇങ്ങനെ മൈനസ് ചെയ്തിട്ടും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്. സോ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ.